നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ നാടൻ സ്റ്റൈലിലുള്ള ഒരു പോർക്ക് ഫ്രൈ ആണ്, ഒരു ബ്ലാക്ക് കളറിലായിട്ട്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വരൂ. അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അതിന്റെ പേരിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം അതിന്റെ എന്താ പറയാ, രോമം ഇതിന്റെ രോമൊക്കെ ശരിക്കും പുറത്തേക്ക് പോന്നോളും. സ്കിന്ന് കട്ട് ചെയ്ത് കളയാണ്. നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇത്രയുള്ള പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബേസിലേക്ക് കുറച്ച് മോരും വെള്ളം, കട്ടിയുള്ള മോരാണ്, പിന്നെ അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. വെള്ളം ഒഴിക്കാം. കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പോർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് മോരും വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഈ പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് കച്ചറകളൊക്കെ പോയി കിട്ടും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇറച്ചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ പീസൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ളമായിട്ട് വരും. നമുക്ക് ഒരു 10 മിനിറ്റ് എടുക്കാം. ഇതിനകത്ത് ഫുള്ള് കച്ചറകൾ ഇത് വലിച്ചിടും. നമ്മളെ പോർക്ക് ഏകദേശം നമ്മൾ മോരും വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചു. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കണ്ട. അപ്പോൾ നമ്മൾ കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. അതിൻ്റെ ഇതേപോലത്തെ പീസായിട്ടുണ്ട്. നമുക്കിത് ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കൂടി കളയണം. നല്ലത് പഞ്ഞി പോലത്തെ പീസായിരിക്കണം. നമുക്ക് ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. നമുക്കത് ഊറ്റിയെടുക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. അത് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോകും. നല്ല അടിപൊളിയായിരിക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഏകദേശം ചൂടായി തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ പോർക്ക് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പീസ് മാത്രം കോരിയെടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് 2 വിസിലടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നേരെ കുക്കറിലേക്ക് കോരിയിടാം. നമ്മുടെ പോർക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് കുക്കറിലിട്ട് 2 വിസിലടിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് 2 വിസിലടിച്ചാൽ മതി. വിസിലടിക്കാം. ചെറിയ തീയിലിട്ട് 2 വിസിലടിച്ചാൽ കറക്റ്റ് വേവായിരിക്കും. കുറച്ച് വേപ്പില, അതേപോലെ തന്നെ 3 സവോള, കുറച്ച് ചെറുള്ളി, ഒരു 3 പീസ് വെളുത്തുള്ളി, ഒരു 4 പീസ് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 3 പീസ് സവോള. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനുള്ളതാണ്. അത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ഒന്ന് ചതച്ചെടുക്കാം. പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ പോർക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കുറച്ച് ഒരു പൊടിക്ക് വെള്ളം ഉണ്ടോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയാൽ മതി. അപ്പം നമ്മുടെ പോർക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇനി ഫ്രൈ ആക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 വലിയ കയ്യിൽ മൂക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം 2 കയ്യിൽ മതി. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നു. ഒരു ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നേരെ സബോള കട്ട് ചെയ്ത് സബോള ഇട്ട് കൊടുക്കാം. ചെറുള്ളിയും സബോളയും പച്ചമുളകും കൂടിയുള്ളത് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാം. അത്യാവശ്യം ചെറിയ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. നോക്കടി.
നമുക്ക് ഇതിനകത്ത് പോർക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു പൊടിക്ക് വെള്ളമുണ്ട്, വെള്ളമല്ല ഓയിലാണത്, പോർക്കിൻ്റെ നെയ്യാണ്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഒരു മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ട് ബോയിൽ ചെയ്യുന്ന ഇത്തിരി ഉപ്പ് കുറവാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പാകത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് ഇതേപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. 5 മിനിറ്റ് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ടിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത് തന്നെ കുരുമുളകും ഗരം മസാല ഇട്ടല്ലേ, നമുക്ക് 2 കൂടി ഇട്ട് കൊടുക്കാം. ഇതിനുള്ള ഗരം മസാല, ഓ മൈ ഗോഡ്, പാകത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ കുരുമുളക് അതിട്ട് കൊടുക്കാം. നല്ല എരിവാണ് ഇവിടെ ഉള്ളവർക്ക്, കുറച്ച് കുരുമുളക് കുറച്ച് കൂട്ടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട വേപ്പില, നമുക്ക് വേപ്പില പൊട്ടിച്ചെടുക്കാം. നമ്മുടെ മരത്തുമ്പോൾ തന്നെ ഉണ്ട് വേപ്പില, നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. വേറെ 2 സ്റ്റെപ്പ് വെച്ചാൽ മതി. അത് വേപ്പിലും പച്ചമുളകും കൂടി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് ഇളക്കി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടു. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് കോരി ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. 2 പീസ് നിർത്തി കൊണ്ടാ, ടീസ്പൂൺ ഉണ്ടാ കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളി, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ പോർക്കിൻ്റെതായ സ്മെല്ലൊന്നും ഇല്ല, ആ സ്മെല്ലൊക്കെ പോയിക്കുന്നത്. നമ്മളെ വെള്ളം ഊറ്റി കളഞ്ഞ് പിന്നെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ തൈര് മോരിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ മണക്ക് പോയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു ട്രൈ ചെയ്ത് നോക്കൂ.